കുംഭമേളയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാഗ്രാജാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒരു 3 മാസത്തേക്ക് വേണ്ടി ഒരു താൽക്കാലികമായിട്ടുള്ള ടെൻറ്റ് സിറ്റിയാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എല്ലാ ടെൻറ്റുകളിലേക്കും ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, അതിൻ്റേതായിട്ടുള്ള വഴികൾ, ഓരോ സെക്ടറുകളായി തിരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ അതെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗയിൽ വലിയ ഇരുമ്പ് ഡോമുകൾ ചേർത്തുകൊണ്ടുള്ള വലിയ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കുംഭമേളയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് അഖാഡയുടെ സന്തുക്കളും സാധുക്കളും മഹാത്മാക്കളും എല്ലാം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസംബർ പകുതിയോട് കൂടിയിട്ട് സാധുക്കളും മഹാത്മാക്കളും എല്ലാം മേള നഗരിയിൽ പ്രവേശിക്കും. ജനുവരി 10 ഏകാദശിയോട് കൂടിയിട്ടാണ്, ആദ്യത്തെ പർവ്വസ്നാനത്തോട് കൂടിയിട്ടാണ് കുംഭമേള ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ജനുവരി 15 മകരസംക്രാന്തിക്കാണ് ഷഹീ സ്നാനം. അതിനുശേഷം പിന്നെ തൊട്ടടുത്ത് വരുന്ന മൗനി അമാവാസി, വസന്തപഞ്ചമി, അടുത്ത് വരുന്ന പൗർണമി, പിന്നെ ശിവരാത്രി, ഇത്രയും പ്രധാനപ്പെട്ട സ്നാനങ്ങളാണ് ഉള്ളത്. പിന്നെ അതിനിടയിൽ വരുന്ന അമാവാസി, പൗർണമി, ഏകാദശി തുടങ്ങിയുള്ള ദിവസങ്ങളിലെല്ലാം സ്നാനമുഹൂർത്തങ്ങളാണ്. അങ്ങനെ ഉത്തരഭാരതത്തിൽ നിന്നുള്ള ഒരുപാട് ജനങ്ങൾ കുംഭമേളയ്ക്ക് മുമ്പ് തൊട്ട് തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേളയിലെ ടെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് കണക്ഷൻ്റെ ഇലക്ട്രിക് പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെ വലിയ ഇരുമ്പ് ഡോമുകൾ കാണാം. അത് നിരത്തിയിട്ടിട്ടാണ് ഗംഗയിൽ താൽക്കാലികമായിട്ടുള്ള ഒരു 20ഓളം പാലങ്ങൾ നിർമ്മിക്കുന്നത്. ആ പാലങ്ങളിൽ കൂടെ നടന്നു പോകാവുന്ന രീതിയിൽ അപ്പുറമായിട്ടാണ് മേള നഗരി പൂർണ്ണമായിട്ടും തയ്യാറാക്കുന്നത്. ഈ നേരെ കാണുന്ന മാർഗത്തിൻ്റെ അറ്റത്താണ് സംഗം ഘാട്ട്. അവിടെയാണ് മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ഷഹീ സ്നാനം. അഖാഡയുടെ സാധുക്കൾ നിരനിരയായി വന്ന്, ഘോഷയാത്രയായി വന്ന നാഗസാധുക്കളും അഖാഡയുമായി ബന്ധപ്പെട്ട മഹാമണ്ഡലേശ്വരന്മാരും മറ്റ് മഹാത്മാക്കളുമൊക്കെ ഷഹീ സ്നാന ദിവസം ഘോഷയാത്രയായി വന്ന് സ്നാനം ചെയ്യുന്ന സംഗം ഘാട്ട്. കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം നടക്കുന്ന സംഗം ഘാട്ടാണ്. ഈ സംഗം ഘാട്ടിൻ്റെ ഇക്കരയിലും മറുകരയിലുമൊക്കെയായിട്ട് ഏകദേശം 20 കിലോമീറ്ററോളം വരുന്ന ചുറ്റളവിലാണ് കുംഭമേള നഗരി. അവിടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക പാലങ്ങൾ, ഉള്ളുപൊള്ളയായിട്ടുള്ള ഇരുമ്പ് ഡോമുകൾ നിരത്തി അതിനു മീതെ റെയിലുകൾ ഉറപ്പിച്ച് ഇരുമ്പ് ഷീറ്റ് അടിച്ചിട്ടാണ് ഈ പാലങ്ങൾ തയ്യാറാക്കുന്നത്. ബാറ്ററി റിക്ഷ, സൈക്കിൾ റിക്ഷ, ചെറിയ കാറുകൾ തുടങ്ങിയവയ്ക്കൊക്കെ പോകാവുന്ന തരത്തിലുള്ളതും പിന്നെ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതുമായിട്ടുള്ള പാലങ്ങളാണത്. ഗംഗയിൽ താൽക്കാലികമായിട്ട് പാലങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഡോമുകളാണ്. ഓരോ ഡോമുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 1-2 മാസത്തിനുള്ളിൽ ഏകദേശം 20ഓളം ഇത്തരത്തിലുള്ള പാലങ്ങളുടെ ധാരാളം ആളുകൾക്ക് നടന്നും അത്യാവശ്യം ചെറുവാഹനങ്ങൾക്ക്, ബാറ്ററി ഓട്ടോ, സൈക്കിൾ റിക്ഷ തുടങ്ങിയൊക്കെ വാഹനങ്ങൾക്കും കടന്നു പോകാവുന്ന തരത്തിലുള്ള, ചെറു കാറുകൾക്കൊക്കെ കടന്നു പോകാവുന്ന തരത്തിലുള്ള പാലങ്ങളാണത്. ഈ മേള സമയത്തേക്ക് മാത്രമായിട്ട് നിർമ്മിക്കുന്നതാണ്. മേള നഗരിയുടെ ദൃശ്യങ്ങളാണ്. അവിടെ ദൂരെ കാണുന്നത് ത്രിവേണി സംഗമമാണ്. അവിടെ നിരനിരയായിട്ട് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ആ ബോട്ടുകളിൽ ആളുകൾ കയറി അവിടെ എത്തി പിതൃകർമ്മങ്ങളും സ്നാനവും എല്ലാം നിർവഹിച്ച് തിരിച്ചു വരുന്ന സ്ഥലമാണ്. ഈ വഴി നേരെ കാണുന്ന സംഗം ഘാട്ടിലാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഹീ സ്നാനം നടക്കുന്നത്. അവിടെ സ്നാന ദിവസങ്ങളിൽ അഖാഡയുടെ നാഗസാധുക്കളും അഖാഡയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാമണ്ഡലേശ്വരന്മാരും മറ്റ് സന്യാസി ശ്രേഷ്ഠരുമെല്ലാം വലിയ ഘോഷയാത്രയായി വന്ന് സ്നാനം ചെയ്തു പോകുന്ന ഘാട്ടാണ്.
ഇത്തരത്തിലുള്ള താൽക്കാലിക റോഡുകളാണ് മേള നഗരിയിൽ മുഴുവൻ നിർവഹിക്കുന്നത്. മണ്ണിട്ട് നിരത്തി മേള നഗരിയിലുള്ള താൽക്കാലിക റോഡുകൾ നിർമ്മിക്കുകയാണ്. അതുപോലെ വഴികളുണ്ടാക്കി അതിനു മീതെ ഇരുമ്പ് പലകകൾ അടിച്ചുറപ്പിച്ചിട്ടാണ് അവ റോഡുകൾ ഉണ്ടാക്കുന്നത്. പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പ് ഡോമുകൾ അതിന് തൊട്ടപ്പുറത്തായിട്ട് കാണാം. പാലമുണ്ടാക്കുന്നതിനുള്ള ഡോമുകൾ കൊണ്ടുവരികയാണ്. പല ദേശങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ പിതൃക്രിയകൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സംഗമസ്ഥാനത്തേക്ക് പോകുന്നത് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം നടക്കുന്ന സംഗം ഘാട്ടാണ് ത്രിവേണി ഘാട്ട്. ഗംഗ യമുന സരസ്വതി സംഗമം.